സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാപദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശിവൻ നാരായണീയത്തിൽ തപസ് അനുഷ്ഠിച്ചതായിട്ടുള്ള ബ്രഹ്മാവ് ലോകസൃഷ്ടി ആരംഭിച്ചു എന്നും സർവസ്ഥലത്തും വെള്ളം മാത്രം കണ്ടു. അതിൽ ശേഷശായിയായിട്ട് ഭഗവാനും ആനന്ദ സാന്ദ്രാനു ഭവത് സ്വരൂപസ്ഥയോഗനിദ്ര, യോഗനിദ്രയെ കൊള്ളുന്ന പള്ളിക്കുറുപ്പ് കൊള്ളുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു. ജലൈക ശേഷേ ഭുവനേസ്മ ശേഷേ, ലോകം മുഴുവനും ജലമയമാക്കിയ ആ ഒരു സാഹചര്യം ബ്രഹ്മദേവൻ കണ്ടു. ഉണർന്നപ്പോൾ കണ്ടതാണ്. ദിനചര്യ തുടങ്ങുകയാണ്. അങ്ങനെയുണ്ടോ സൃഷ്ടി? ഒരു കൽപ്പത്തിലുള്ള അതേ സൃഷ്ടി തന്നെയാണ് അടുത്ത കൽപ്പത്തിൽ. ഒന്നേ പറയണ്ടു, അതിനെയും എല്ലാ കൽപ്പത്തിലും ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് എന്തുണ്ടായി? കാലാക്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാഖിലാദോ ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തിർ വ്രജേന തത്രാഖില ജീവധാമ്നാം. പരിസുപ്ത ശക്തി, ആ പ്രളയാരംഭത്തിൽ തന്നിൽ ലയം പ്രാപിച്ചതായ മൂലപ്രകൃതി മുതലായിട്ടുള്ള ശക്തികൾ, എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയഭൂതനും ആയിരിക്കുന്ന ഭഗവാനിലാണത്രേ പ്രളയം വരുമ്പോൾ ഇതെല്ലാം ലയിക്കുക. പരിസുപ്ത ശക്തി പ്രജേന, ഉറങ്ങുക. സുപ്ത എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. ഭഗവാനിൽ ലയിച്ച് ഈ പ്രപഞ്ചത്തിലത്തെ സൃഷ്ടിക്ക് ആധാരമായിട്ടുള്ള സർവ്വ വസ്തുക്കളും ഭഗവാനിൽ ലയിച്ചിരിക്കേ എല്ലാ ജീവജാലങ്ങളുടെയും ആധാരസ്ഥാനമായിരിക്കുന്ന അങ്ങ് എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു? തന്നെ ഒന്ന് ഉണർത്തണം എന്ന് പറയണം. നിദ്രാശക്തിയിൽ നിന്ന് ഉണർത്തണം. ദേവീഭാഗവത്തിൽ ദേവിയുടെ ശക്തി കൊണ്ടാണ് ഉറങ്ങുന്ന ഭഗവാൻ ഉണരുന്നത് എന്നാണ് പറയുന്നത്. ഒരു ശക്തി ഉണർത്തണം, എന്നാലല്ലേ ഉള്ളൂ. നമ്മളല്ലാത്തൊരു ശക്തി അത്രയും നമ്മളെ ഉണർത്തണത്. നമ്മൾ ഉറങ്ങിയാൽ നമ്മളെ ഉണർത്തുന്നത് വേറൊരു ശക്തിയാവും, എന്തെങ്കിൽ അലാറാവും, വേറൊന്നിൻ്റെ പ്രേരണ ഉണ്ടാവും, എന്നാലേ നമുക്ക് ഉണരാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഈശ്വരനാണ് നമ്മളെ ഉണർത്തുന്നത്. അപ്പോൾ ഈശ്വരനെ ആരെ ഉണർത്തുക? കാലാക്യശക്തിയും, കാലം എന്ന് പറയുന്നതായിട്ടുള്ള ആ ശക്തിയോടാണ് ഭഗവാൻ എന്ത് പറഞ്ഞത്? മാം പ്രബോധയ ഇതി, മാം പ്രബോധയ ഇതി പ്രബോധയേത്യാദിശതാഖിലാദോ പ്രബോധയേത്, എന്നെ ഉണർത്തിയാലും. കാലത്തിനോട് ഭഗവാൻ പറഞ്ഞു, കാലമാകുന്ന ശക്തിയോട് ആജ്ഞാപിച്ച് നിദ്രയിലാണ്ടു. ഉറങ്ങണതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കണു. ഉറങ്ങുമ്പോൾ പറഞ്ഞാൽ പോരല്ലോ, അതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കണു എന്നാണ് പറയുന്നത്. കാലാക്യശക്തിം പ്രളയാവസാനേ, ആദ്യത്തെ പ്രളയം കഴിഞ്ഞപ്പോൾ ഉറക്കുമ്പോൾ തന്നെ പറഞ്ഞു പ്രബോധയേത്, എന്നെ ഉണർത്തണം കേട്ടോ സമയമായ. കാലമാകുന്ന ശക്തിയോട് പറഞ്ഞ് ഏൽപ്പിച്ച് ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തി, എല്ലാ സൃഷ്ടിശക്തികളും ലയിച്ച് കിടക്കുന്ന സമയത്ത് വ്രജേന തത്രാഖില ജീവധാമന, എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനിൽ ലയിച്ചുകൊണ്ട് യോഗനിദ്രയെ ഭഗവാൻ സ്വീകരിച്ചു. ഉണർത്തണം എന്ന് കാലമാകുന്ന ശക്തിയോട് പറഞ്ഞു. കാലാക്യശക്തിയും പ്രളയാവസാനെ കാലാക്യശക്തിയും പ്രബോധയേത്, എന്നെ ഉണർത്തണം എന്ന് പറഞ്ഞ് പ്രളയാവസാനത്തിൽ ഭഗവാൻ ഉറങ്ങി. ആ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന അങ്ങയിൽ എല്ലാ ജീവജാലങ്ങളുടെ ശക്തിയും ലയിച്ചിരുന്നു. ഇനി അടുത്തത് ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാക്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത്വാം കില വിശ്വനാഥ. ഏൽപ്പിച്ചത് ചെയ്തു എന്നാണ് പറയുന്നത്. ഹേ സർവേശ്വര, ഇവിടെ പറയണ ത്വയി അദ്വിതീയേ ചതുർയുഗാണാം സഹസ്രം, 1000 ചതുർയുഗങ്ങൾ മുഴുവനും ഇപ്രകാരം യോഗനിദ്രയിലാണ്ടപ്പോൾ 1000 ചതുർയുഗങ്ങൾ ഇങ്ങനെ ഉറങ്ങും എന്നാണ്.
1000 ചതുരംഗങ്ങൾ കഴിയുമ്പോഴാണ് ഒരു പകൽ. അതേപോലെ 1000 ചതുരംഗങ്ങൾ കൃതന്തേത ലോപരങ്കലി കൃതന്തേത ലോപരങ്കലി എന്ന 1000 പ്രാവശ്യം ആവർത്തിക്കുമ്പോഴാണ് രാത്രി എന്ന് പറഞ്ഞല്ലോ. ഇവിടെ രാത്രിയാണ് പറയണത്. രാത്രിയാകുന്നതായ 1000 ചതുരംഗങ്ങൾ. ആ ചതുരംഗങ്ങൾ കഴിഞ്ഞപ്പോൾ, യോഗനിദ്രയിൽ ആണ്ടപ്പോൾ, ഉറക്കം അവസാനിച്ചപ്പോൾ, 4ാമത്തെ ആ യുഗവും കഴിഞ്ഞ് 1000ാമത്തെ ചതുർയുഗം, 1000ാമത്തെ ചതുർയുഗം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കാലാക്യശക്തി പ്രഥമ പ്രബുദ്ധ, കാലമാകുന്ന ശക്തിയോട് പറഞ്ഞു. കാലമാകുന്ന ശക്തി അത് ചെയ്തു. ഭഗവാന്റെ ആജ്ഞ ആർക്കാ ലംഘിക്കാൻ കഴിയുക? അത് നടന്നിരിക്കും, ഒരു സംശയമൊന്നുമില്ല. കാലാക്യശക്തി പ്രഥമ പ്രബുദ്ധ, കാലാക്യമാകുന്ന ശക്തി ആദ്യം ഉണരണം. ഉണർത്തേണ്ട ആൾ ആദ്യം ഉണരണം. എന്നെ വിളിക്കണം കേട്ടോ 4:30 എന്ന് പറഞ്ഞാൽ ഈ ഉണർത്തേണ്ട ആൾ ആദ്യം ഉണരണ്ടേ? അയാൾ ഉണർന്നു എന്നാണ് ഇവിടെ. കാലാക്യ ശക്തി ഉണർന്നു, എന്നിട്ടോ പ്രബോധയത്വ അങ്ങേ ഉണർത്തുകയും ചെയ്തു. എന്നിട്ടാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. ഇനി എങ്ങനെയൊക്കെ സൃഷ്ടിച്ചു എന്നാണ് പറയണത്. ചതുർയുഗാണാം ച സഹസ്രമേവം, സഹസ്രപ്രകാരത്തിൽ 1000കണക്കിന് ചതുർയുഗം ഉറങ്ങി. ത്വയി പ്രസുത്തെ പുനരദ്വിതീയെ, ഉറങ്ങിയതായിട്ടുള്ള സമയത്ത് കാലത്തിനെയാണല്ലോ ഏൽപ്പിച്ച. കാലാക്യശക്തി പ്രഥമ പ്രബുദ്ധ, പ്രഥമ ആദ്യം. ആദ്യം ആരും ഉണർന്നു? കാലം ഉണർന്നു. എന്നിട്ട് അങ്ങേ ഉണർത്തി ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യം കാലം എന്ന ശക്തി, കാലം ഒരു ശക്തിയായിട്ടാണ് ഇവിടെ പറയുന്നത്, നിർവഹിച്ചു, ഉണർത്തി. എന്നിട്ടാണ് സൃഷ്ടി ഉണ്ടായത്. അപ്പോൾ ബ്രഹ്മദേവന് സൃഷ്ടിയുടെ സർവ്വതാ ഉള്ള ഒരു പ്രോത്സാഹനം, പിന്നിലുള്ളതായ പ്രചോദനം കൊടുത്ത ആളാണ് ഭഗവാൻ. ബ്രഹ്മാവിന് സ്വന്തമായിട്ട് സൃഷ്ടി നടത്താൻ കഴിവില്ല എന്നിവിടെ വ്യക്തമായി. അതിന് ആരുടെ പ്രചോദനം വേണം? സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മാവിനെ അടക്കം സൃഷ്ടിച്ചിട്ടുള്ള ശക്തിയുടെ പിൻബലം ഉണ്ടെങ്കിലേ ബ്രഹ്മാവിന് സൃഷ്ടിക്കാൻ കഴിയൂ. ഉണർത്താൻ പറഞ്ഞ് ഏൽപ്പിച്ച് ഉണർത്തി സൃഷ്ടിക്ക് ബ്രഹ്മാവിനെ സഹായിച്ചു, പ്രചോദനം നടത്തി. കാലാക്യശക്തിംപ്ളയാവസാനേ പ്രബോധയത്യാദിശതാക്കിലാതു, ഉണർത്താൻ ഏൽപ്പിച്ചു. 1000 ചതുരകം ഉറങ്ങി. തയാ പ്രസുപ്തം പരിസുപ്ത ശക്തി വജേന തത്രാഖില ജീവധാംന, എല്ലാ ജീവജാലങ്ങളും, ജീവധാമന ജീവജാലങ്ങൾ ഭഗവാനിൽ ലയിച്ചു. ചതുർയുഗാണഞ്ച സഹസ്രമേവം, 1000 ചതുരകങ്ങൾ ഉറങ്ങി. ത്വയി പ്രസുപ്തേ പുനരദ്വിതീയെ, അദ്വിതീയമായിട്ടുള്ളൊരു ഉറക്കമാണത്. ആരെങ്കിലും 1000 കൊല്ലം ഉറങ്ങുമോ? അതാണ് അദ്വിതീയെ. ഭഗവാനാകുന്ന അദ്വിതീയമായിട്ടുള്ള ശക്തിയെ കാലം ഉണർത്തി ഏൽപ്പിച്ച പണി ചെയ്തു. കാലാക്യശക്തി പ്രഥമ പ്രബുദ്ധ, ആദ്യമായിട്ട് കാലം ഭഗവാനെ ഉണർത്തി. അതാണ് പ്രബോധയത്വാം കില വിശ്വനാഥ, ഹേ വിശ്വനാഥ അങ്ങയെ ഉണർത്തിയല്ലോ. ഈ സൃഷ്ടിയെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.